സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്ന വികസന കുതിപ്പ് തുടരുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ നീണ്ടൂർ ആദൂർ വെള്ളർക്കാട് റോഡ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇപ്പോൾ അത്ഭുതകരമായ ഒരു കണക്കാണ്. കേരളത്തിലാകെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 86,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം നടന്നു. 86,000 കോടി. അതിൽ 20,000 കോടി ഭൂമി ഏറ്റെടുക്കലിനാണ്. 66,000 കോടിയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തു. 26,000 കോടിയുടെ പൂർത്തിയായി, ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അടിസ്ഥാന വികസനത്തിൽ വൻ മുന്നേറ്റമാണ് നടന്നത്. അധികാര കേന്ദ്രങ്ങളിലുള്ളവർ ഈ വികസനത്തെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചാലും കേരളം അതിജീവിച്ച് മുന്നോട്ടു പോകും. വീടുവയ്ക്കാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംഖ്യ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ലൈഫ് പദ്ധതി വഴി 17,150 കോടി രൂപ വിനിയോഗിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗ്രാന്റ് നൽകുന്നതും കേരളമാണ്. അർഹമായ ഗ്രാന്റ് കേന്ദ്രം നൽകുന്ന മുറയ്ക്ക് കേരളത്തിലെ മുഴുവൻ പേർക്കും വീട് നൽകുമെന്നും ക്ഷേമ പെൻഷൻ കൂട്ടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നീണ്ടൂർ ഉദയ ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എന്നിവർ മുഖ്യാതിഥികളായി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KM വിനീത്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ സ്വാഗതവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിനീത് നന്ദിയും പറഞ്ഞു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ നീണ്ടൂർ ആദൂർ വെള്ളറക്കാട് റോഡ് 5 കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക BMBC നിലവാരത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. 4 കോടി രൂപ നബാർഡ് ഫണ്ടും AC മൊയ്തീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും, ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്നും 40 ലക്ഷം രൂപയും, ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്ന് 35 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. CCTV ന്യൂസ്, വേലൂർ.